Hello guys, this video will be a grocery shopping. So now we are going to Haldi. അപ്പോൾ പോകാം. പിന്നെ നമ്മൾ മറക്കാതെ കൊണ്ടുകൊണ്ടൊരു സാധനമാണ്. ഇതൊക്കെ എത്ര വർഷമായിട്ട് ഉപയോഗിക്കണ കവറാണെന്നറിയോ? ക്യാരി ബാഗാണെന്നറിയോ? ഇതിൻ്റെ അകത്തൊന്നും കൂടെ ഉണ്ട്. കാരണം നമുക്ക് തിരിച്ച സാധനങ്ങൾ കൊണ്ടുവരണമല്ലോ. നമ്മൾ കവറ് മറന്നു പോയാൽ 40p 30p നമ്മൾ പ്ലാസ്റ്റിക് കവറിന് കൊടുക്കണം. മറ്റേ ബാഗാണെന്നുണ്ടെങ്കിൽ അതിലേറെയും കൊടുക്കണം. സോ രേഷ്മി ചേച്ചി ഉണ്ട്. രേഷ്മി ചേച്ചി റെഡി. മഞ്ഞില്ല കേസ്, പക്ഷെ നല്ല തണുപ്പുണ്ട്. ബാഗ് തുറന്ന കേസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു എത്ര മിനിറ്റ് ഉണ്ടാക്കോ? നിങ്ങളെ സൗണ്ട് കേട്ടോട്ടെ. എല്ലാവരും ഇങ്ങനെ ചോദിക്കുക ആരാണ് ബാഗ്. ഒരു 5 മിനിറ്റുള്ള കാറിൽ എവിടെ ഹെലികോപ്റ്റർ. രശ്മി ചേച്ചി എങ്ങനെയുണ്ട് ഇന്നത്തെ തണുപ്പ്? കുഴപ്പമില്ല. എല്ലാ ദിവസത്തെയും വെച്ച് നോക്കുമ്പോൾ കുറവാണ് അല്ലേ? സംസാരിക്കടി നീ. എടി നോക്കിടി, എന്തിങ്ങനെ ഇരുട്ടാവാൻ പോകായതുകൊണ്ടാണോ? പക്ഷെ എന്നാലും ഇങ്ങനെയല്ലല്ലോ, എന്തൊക്കെയോ ഒരു നിഗൂഢത. ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ട്രാഫിക്കൊക്കെ അതാ ഇവിടെ എന്തൊക്കെ മറ്റേ ഇങ്ങനെയല്ലല്ലോ, നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയില്ലല്ലേ? എൽഡിയിലോട്ട് പോണ വഴി ഇവിടെ ഒരു ചാരിറ്റി ഷോപ്പ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല ചായയും സമൂസയും കിട്ടണ ചേച്ചിൻ്റെ ഒരു കട ഉണ്ട്. പക്ഷെ ഒരു ദിവസം ചേച്ചി വലിയൊരു സ്റ്റോറി പറയാണ്ടില്ലേ ചേച്ചിന്റെ കടനെ കുറിച്ച്. എന്താണ് ഗെയ്സ് നമ്മുടെ ഹൽദി ആണോ ഹൽദി അല്ലടി ഹൽദി വായിക്കണൊരു അങ്ങനെ ഹൽദിയിൽ എത്തിയിരിക്കുന്നു. എന്നെ കൊണ്ട് തോറ്റു. അത് മതിയായല്ലോ. ആദ്യം നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ടാണ് വരിക. $2.9 $99 അല്ലേ? സോൾട്ട് ചിക്കൻ സെക്ഷൻ. പച്ചരി ഉണ്ടോ? ഒരു വൈറ്റ് റൈസ്. ഇത് നമ്മുടെ നാട്ടിലത്തെ പച്ചരി. ഒന്നുമേ വാങ്ങാനില്ല. പിന്നെ നമുക്ക് നല്ലത് നല്ല ചായ ഇട്ട് കുടിക്കാൻ. നമുക്ക് വലിയ പാലെടുക്കാം. ഗേസ് ഏറ്റവും നല്ലത് നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് നമുക്ക് ചെയ്യുമ്പോൾ അത് നമ്മളൊരു 1 വീക്ക്
മീൽ പ്രപ്പ് ചെയ്തിട്ട് അതിനുള്ള സാധനങ്ങൾ എടുക്കുക. സോ ചിലവ് കുറക്കാൻ പറ്റും. ടൊമാറ്റോ പ്യൂരി എന്താണെന്നറിയോ, നാട്ടിലത്തെ നമ്മളെ മറ്റേ വെള്ളക്കടല ജസ്റ്റ് ഒരു കുക്ക് ചെയ്ത് അങ്ങനെ വരണേ, ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിനാവും, കുക്കറിൽ വിസിലടിക്കേണ്ട ആവശ്യമില്ല. ഗമ്മീസ് അല്ലേ ഇത്? ഇതൊക്കെ ഫുള്ള് ചിപ്സാണ്. ഇത് ഫുള്ള് നമ്മുടെ സോപ്പ് പൊടി, മറ്റേ സാധനം, അങ്ങനത്തെ സാധനം, ഡിഷ് വാഷർ, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും സാധനം വാങ്ങുന്നതിന് മുമ്പ് ലിസ്റ്റ് ഉണ്ടാക്കി പോകുക. ആ ലിസ്റ്റുള്ള സാധനം മാത്രം വാങ്ങി തിരിച്ചു വരാൻ ശ്രമിക്കുക. ഓക്കെ, എക്സ്പെൻസസ് ചുരുക്കാം. എൻ്റെ കുട്ടി ഉണ്ടാകുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സെക്ഷനായിരുന്നു ഇത്. പാമ്പേഴ്സ്, വൈപ്സ്, പിന്നെ ബേബി ഫുഡ്, ഇതൊക്കെ എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയാം. മേ ബി ഇറ്റ് വിൽ ബി മൈ സെക്കൻഡ് ലോങ് വീഡിയോ ഓൺ യൂട്യൂബ്. സോ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകളുണ്ടാവും. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് ആണ്. അല്ല, നമ്മുടെ നാട്ടിലത്തെ ബീൻസ് ആണിത്. അത് അവർ ക്ലീൻ ചെയ്ത് കുഞ്ഞിടാക്കിയിട്ടല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടോ. മഷ്റൂം, ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് വരും. നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾസ് ആദ്യം സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മിക്സ്ഡ് വെജിറ്റബിൾ. പിന്നെ അത് അതിൻ്റെ ബ്രൊക്കോളി ഇതെല്ലാം ഉള്ളത്. എൻ്റെ ആൾസോ പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഗ്രീൻ പീസ്, അത് ഫ്രോസൺ ആയിട്ട് വരും. എല്ലാ ഐറ്റംസും നമുക്ക് ഫ്രോസൺ കിട്ടും. ഇത് ഐസ്ക്രീംസ്, തണുപ്പായതുകൊണ്ട് നമ്മൾ ആ സെക്ഷനിലോട്ട് പോകുന്നേ ഇല്ല. പിസാസ്. ആൻഡ് ദെൻ നമുക്ക് വേണ്ട ഒരു സെക്ഷനാണ് ഷുഗർ നമ്മൾ 2 എണ്ണം എടുക്കും. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ഈ മിഠായി ഉണ്ടല്ലോ, ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു അറിയാം. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ പിന്നെ ഗേസ്, ഹെൽത്ത് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. കശ്മീരി ആയിക്കോട്ടെ, പച്ചരി ആയിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ. ആൻഡ് ആൾസോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. ചായയിലൊക്കെ മുക്കി കഴിക്കാം. പൈസയും കുറവാണ്, 49 PM തോന്നും. വാങ്ങാത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീസന്റെ എപ്പോഴുള്ള ഒരാൾ എന്തോ കണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. സൈക്കിളാ റിഡക്ഷൻ കുറച്ചോ? എങ്ങനെ നാട്ടിൽ എത്തിക്കോ ഒരു സൈക്കിള് കേസ്? ഞങ്ങൾ വന്നിട്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും അത് ഇവിടെ വാങ്ങിക്കോ. കേസ് അപ്പൊ എനിക്കൊരു സൈക്കിൾ വാങ്ങാൻ പോകാണ്. വാങ്ങുന്ന എടുക്ക്. ഇനി ഫിറ്റ് കഴിഞ്ഞപ്പോ അതിന്റെ സാധനങ്ങളും ഇതൊക്കെ വേണ്ടത് കേസ് അങ്ങനെ എടുക്കാൻ പോവുകയാണ്. കേസ് ആളെപ്പോ വരുമ്പോൾ ആ ഒരു സൈക്കിൾ വാങ്ങണം. പക്ഷെ എന്നാലെന്തോ അവരൊന്നും കൂടി റേറ്റ് കുറച്ചു. അപ്പോൾ അങ്ങനെ അത് എടുത്തു. അതിന് സന്തോഷത്തിട്ട് വരിക. ഹാപ്പി എനിക്കല്ലേ, ഞാൻ ഓട്ടിക്കും സീരിയസ്ലി. അങ്ങനെ ഏത് സൈക്കിൾ വാങ്ങിയിരിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഹാപ്പി അല്ലേ? ഞങ്ങള് സ്റ്റൂക്ക് വേണ്ടി വളരെ അടിപൊളി ബ്രെഡ് കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ 1 something ഉള്ളു അതിന്. പക്ഷെ ഞങ്ങൾ അടുത്തത്തെ കടയിൽ 2.99. സങ്കടത്തിലാണ് ഞങ്ങൾ. എന്താ വ്ളോഗർ കേസ്, അപ്പൊ മടിയൊന്നും പറ്റില്ല. നമ്മൾ ഈ ഒരു കൊണ്ടിട്ട് ഇതെടുത്താലും നമ്മൾ കവർ ഇങ്ങനെ തുറന്നേക്കാം. എന്നിട്ട് നമുക്ക് ട്രോളി കാറിൻ്റെ അടുത്ത് പോകാം. താങ്ക് യു. അപ്പോൾ നമുക്ക് 57.86 ആയി. എന്നാ രശ്മ അത് കൊണ്ട് നടക്കേണ്ടി വരില്ലേ? സൈക്കിൾ വാങ്ങിയതും പോരാ, അത് വെള്ളം കൊണ്ടുപോകാതെ നോക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം വീടിന്റെ ഗാർഡനിൽ വെച്ച സൈക്കിൾ അടക്കം എടുത്തോണ്ട് പോയി. സക്സസ്ഫുള്ളി. അൽദീനെ കുറിച്ച് എന്താ പറയാനാ? ഗുഡ് അല്ലേ? ഓ മൈ ഗോഡ്, ട്രാജഡി. ഇതിനെ കുറിച്ച് എന്താ പറയാ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നമ്മളെല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ബസ്മതി, പച്ചരി, പച്ചക്കറികൾ, ചിക്കൻ, ഒരുപാട് കടകളുണ്ട്. ഹെൽത്തി, ഗുഡ്. രാത്രി എവിടെ കാറ് ഉണ്ടോ? അപ്പൊ ഒരുപാട് എല്ലാരും PSW കിട്ടാനൊക്കെ തോന്നുന്നില്ലേ? പോകാന് സമാധാനത്തോടെ പോകാന്. ഞാൻ അവിടെ വെച്ചോ, വെയിറ്റ് താങ്ങണ്ടോ? ജസ്റ്റിനത് എടുത്താലെന്താണെന്നറിയാം, നമ്മൾ കറക്റ്റ് അവിടെ കൊണ്ടുപോയിക്കാം. ആക്ച്വലി ഞാനിത് 1 pound ഇട്ട് ഫസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നു. പക്ഷേ എന്താണ്, നമ്മൾ കറക്റ്റ് അവിടെ കൊണ്ടുപോയിക്കാം. ആക്ച്വലി ഞാനിത് കിട്ടും 1 pound. കാരണം നമ്മൾ പാർക്ക് ചെയ്ത് അവിടെ വെച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ കുത്തിയപ്പോൾ അപ്പോൾ നമ്മുടെ 1 pound കിട്ടി. ഇപ്പോൾ സമയം 5 മണിയായിട്ടുള്ളൂ. പക്ഷെ കൂരിട്ട് എന്നൊക്കെ ഒരു ചടപ്പം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ എപ്പോഴും ഫോണും കൊണ്ട് ഒരു മണിക്കൂറും കൊണ്ട് 1 മണിക്കൂറും ആയിട്ടില്ല സാധനം വാങ്ങി പോകുന്നു. ഇതൊക്കെ മേലൊക്കെ എത്തിക്കണം, അതാണ് ടാസ്ക്.